പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം ആയുസ്സും ആരോഗ്യവും ബലവും തന്ന് നമ്മളെ പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്ക് എല്ലാ മാനവും മഹത്വവും അർപ്പിക്കുന്നു. ഒപ്പം നമ്മളെ ശക്തീകരിച്ച് ബലം തന്ന് ആരോഗ്യം തന്ന് പുതിയ പ്രഭാതം കാണുവാൻ, പുതിയ ദിവസം കാണുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തി തന്നതോർത്ത് കർത്താവിന് നന്ദി കരയറ്റിക്കൊണ്ട് ഇന്നത്തെ ഈ പ്രഭാതം നമുക്ക് ദൈവവചനത്തിലൂടെ ആരംഭിക്കുന്നതിന് ആധാരമായി ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 3-ാമത്തെ, ജെനസിസ് ചാപ്റ്റർ 12 വേഴ്സ് 3. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനമാ. കേൾക്കുമ്പോഴേ 12-ാം അധ്യായവും അത് കേൾക്കുമ്പോഴേ അറിയാം ഇത് അബ്രഹാമിന് ദൈവം കൊടുത്ത അനുഗ്രഹമാണ്. അബ്രഹാമിനെ വിളിച്ചിറക്കി അബ്രഹാമിന് സർവശക്തനായ ദൈവം കൊടുത്ത അനുഗ്രഹമാണ്. പത്തനാരാമിലെ ഊരിൽ നിന്ന് വിളിച്ചിറക്കി കാണിപ്പാൻ്റെ ദേശത്തേക്ക് പുറപ്പെടുവാൻ വിളിക്കപ്പെട്ടാറെ ഇറങ്ങി പുറപ്പെട്ട അബ്രഹാമിന് ദൈവം കൊടുത്തിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്, 2 അനുഗ്രഹത്തിൻ്റെ പാർട്ടാണ് നമ്മൾ വായിച്ചു കേട്ടത്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ ഈ അനുഗ്രഹം ജാതികൾക്ക് അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ തലമുറയിൽപ്പെടാത്ത വംശാവലിയിൽപ്പെടാത്ത നമ്മൾക്കുണ്ടോ, അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ അനുഗ്രഹവും നമ്മളുമായിട്ട് എന്താ ബന്ധം? പുതിയ നിയമത്തിൽ ഇത് വ്യക്തമായി പറയുന്നുണ്ട്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അബ്രഹാമിൻ്റെ അനുഗ്രഹം വിശ്വാസത്താൽ ജാതികൾക്ക് വരേണ്ടതിന്, അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിലൂടെ ജാതികൾക്ക് വരേണ്ടതിന് പരിശുദ്ധാത്മാവ് എന്ന വാക്തത്വ വിഷയം വിശ്വാസത്താൽ നാം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ അത് വാക്തത്വവും നമ്മളുമായിട്ട് ബന്ധമുണ്ട്. മാത്രമല്ല അബ്രഹാം നമ്മുടെ പിതാവാണ്. അതെങ്ങനെ പിതാവ്? ആത്മീക പിതാവ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അബ്രഹാം 3 ജാതികളുടെ പിതാവ്. ഒന്ന് യഹൂദന്മാരുടെ, എബ്രായരുടെ പിതാവാണ്. അബ്രഹാമിൽ നിന്ന് ജനിച്ചവരാണ് എബ്രായർ എന്ന് അവർക്ക് പേരായത് അബ്രഹാമിൽ ജനിച്ചുകൊണ്ട്. യഹൂദന്മാർ അബ്രഹാമിന്റെ സന്തതിയാണ്. അപ്പോൾ തന്നെ ഇസ്മയിൽ നിന്ന് പുറപ്പെട്ട, കെതൂറയിൽ നിന്നും പുറപ്പെട്ട, ഇന്ന് കാണുന്ന നമ്മൾ അറിയുന്ന മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിലുള്ള എല്ലാവരും അബ്രഹാമിന്റെ ആ കുലത്തിൽപ്പെട്ട, അവരെ ഒരു ജാതിയാക്കാമെന്ന് പറഞ്ഞാൽ ജാതിയാണ്. ഇനി 3-ാമത്തെ വിഭാഗം വിശ്വാസികളുടെ പിതാവ് എന്നാണ് അബ്രഹാമിന്റെ പേര്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം നമ്മുടെ പിതാവാണ്. വിശ്വാസത്തിൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന, വിശ്വാസി ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും പിതാവാണ്. കാരണം അബ്രഹാം ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു സ്ഥലമില്ല. അബ്രഹാം അതേ കാണിപ്പാനിക്ക് ദേശത്തേക്ക് എന്ന് പറഞ്ഞ് വിളിക്കപ്പെട്ടാറ് എവിടേക്കെന്നറിയാതെ പുറപ്പെട്ടു. അത് ദൈവം വഴി കാണിച്ചു കൊടുത്ത വഴിക്ക് അബ്രഹാം തിരഞ്ഞെടുത്തു. അത് അബ്രഹാം വിശ്വാസത്താൽ ഇറങ്ങി പുറപ്പെട്ട സകല വിശ്വാസികളുടെയും പിതാവ് അബ്രഹാമാണ്. അതുകൊണ്ടാണ് അബ്രഹാമിന് വിശ്വാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. എബ്രായ ലേഖനത്തിൽ തന്നെ പറയുന്നു, അവൻ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. നമുക്കറിയാം ആ സംഭവത്തിനകത്ത് യാഗം അർപ്പിച്ചില്ല, ആടിനെയാണ് യാഗം അർപ്പിച്ചത്. പക്ഷേ എബ്രായ ലേഖനം പറയുന്നത് അവൻ വിശ്വാസത്താൽ യാഗം അർപ്പിച്ചു കഴിഞ്ഞു. അതാ അബ്രഹാമിന്റെ വിശ്വാസം. പിന്നീട് അത് തന്നെ റോമാലേഖനത്തിൽ പറയുന്നുണ്ട്. അതേ 4-ാം അധ്യായം 17-ാം വാക്യം തൊട്ട് ഇങ്ങനെയാണ് പറയുന്നത്, മരിച്ചതിനെ ജീവിപ്പിക്കുന്ന, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവനായ ദൈവം. അടുത്ത വാക്ക് പറയുന്നത്, അതേ അബ്രഹാം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരത്തിന് നിർജീവത്വം ഗ്രഹിച്ചിട്ടും, സാറയുടെ ഗർഭപാത്രത്തിന് നിർജീവത്വം ഗ്രഹിച്ചിട്ടും ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു, വാക്തത്വം ചെയ്ത് ദൈവം വിശ്വസ്തനായി അതേ നിവർത്തിപ്പാൻ ശക്തൻ എന്ന് വിശ്വസിച്ചു. അതിന് 23-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഇത് അബ്രഹാമിനെ വിശ്വസിച്ചു മാത്രമല്ല വിശ്വസിക്കുന്ന നമ്മെ വിചാരിച്ചിട്ട് കൂടിയാകുന്നു എന്ന് പറഞ്ഞാൽ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, നീതിയായി കണക്കിട്ട് നമ്മൾ വിശ്വസിക്കാൻ അബ്രഹാം പിതാവ് നമുക്കൊരു മാതൃകയാണ്. വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം. അപ്പോ ഈ വായിച്ച വാക്യത്തിലേക്ക് വരാം. വായിച്ച വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അപ്പൊ ഈ കണക്ഷൻ നമുക്ക് മനസ്സിലായല്ലോ. നമുക്കുള്ള അനുഗ്രഹത്തിന്റെ ഒരു ചാലാണിത്. പിതാക്കന്മാർക്ക് കിട്ടിയ അവകാശത്തിന്റെ അനുഗ്രഹത്തിന്റെ മക്കളിലേക്ക് വരുന്നതാണ്. ഇതിനകത്തൊരു വാക്കിനകത്ത് ഭയങ്കര പ്രത്യേകതയുണ്ട്. കാരണം ഈ വാക്ക് പറയുന്നത്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. അപ്പൊ നോക്കിക്കേ, ഒരു മനുഷ്യൻ ഇപ്പൊ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ആ പാസ്റ്ററെ, ആ ബ്രദറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഈ എന്നെ ദൈവം അനുഗ്രഹിക്കാൻ വിചാരിക്കുന്നെങ്കിൽ, അല്ല അബ്രഹാമിന്റെ സ്ഥാനത്താണെങ്കിൽ അത് അവരെ ദൈവം അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ ഈ പറയുന്നയാളെ ദൈവം അനുഗ്രഹിക്കും. നിന്നെ നോക്കി ഒരുത്തം പറയുക, ഗോഡ് ബ്ലെസ് യു, നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ പറയുന്നവനെ ദൈവം അനുഗ്രഹിക്കും, നീ തെരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ. ഇതൊരു ഭയങ്കര യാഥാർത്ഥ്യമാണ്. അബ്രഹാം നടന്നു പോകുന്ന വഴി ഏതെങ്കിലും അബീമലേക്ക് രാജാവ് പറയുക, നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ അബീമലേക്ക് രാജാവിനെ ദൈവം അനുഗ്രഹിക്കും. അതാ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം.
അബ്രഹാം അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുമെന്നല്ല പറഞ്ഞത്, നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നീ അടുത്ത വാക്ക് ഇമ്പോർട്ടൻ്റാ. അടുത്ത വാക്ക് നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അപ്പോൾ നമ്മളൊക്കെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവരെന്നെ ശപിച്ചു, അവരിങ്ങനെ ശപിച്ചു, അങ്ങനെ ശപിച്ചു. ഇല്ല കുഞ്ഞെ, നീ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, ഇനി ചില ഒരു സഹോദരി എന്ന് പറഞ്ഞ അമ്മായിയും എന്നെ സ്ഥിരമായിട്ട് ശപിക്കുന്നു, ഓക്കെ, നീ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട കുഞ്ഞാണെങ്കിൽ നിന്നെ ശപിക്കുന്നവരെ ദൈവം ശപിക്കും. അതുകൊണ്ടാ സദൃശ്യവാക്യം പറയുന്ന കാരണം കൂടാതെ ശാപമേക്കത്തില്ല. നിനക്ക് ശപിക്കാം, നിനക്ക് വാക്കുകൾ പറയാം, പക്ഷേ ദൈവം തമ്പുരാൻ പറയുന്നു, നിന്നെ ശപിക്കുന്നവരെ സ്വർഗം ശപിക്കും, ഞാൻ ശപിക്കും, ദൈവം ശപിക്കും. ഇതൊരു ഭയങ്കര വാക്തത്വത്തിന്റെ മർമ്മോ. നമ്മൾ നടന്നു പോകുന്ന വഴി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നിന്നോടൊരുത്തം പറയുക, നീ ശപിക്കപ്പെട്ടു, നീ അങ്ങനെയാണെന്ന് പറഞ്ഞ് വല്ലി കടിച്ച് പറഞ്ഞാൽ നീ അതിനെക്കുറിച്ച് ബോധരാവണ്ടെന്ന്, നീ ഭാരപ്പെടേണ്ട. കാരണം നിന്നെ ശപിക്കുന്നവരെ ദൈവം ശപിക്കും. ഇത് അബ്രഹാമിന് കൊടുത്ത വാക്തത്വം നിന്റെ അവകാശത്തിൽ കിട്ടിയിരിക്കുന്നതാണ്. ആ വാക്ക് നോക്കിയ, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ നോക്കി ഒരുവൻ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവനെ ദൈവം അനുഗ്രഹിക്കും. നിന്നെ നോക്കി ഒരുവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ അവനെ ദൈവം ശപിക്കുമെന്ന്. ഇതൊരു ഭയങ്കര പ്രോമിസാ. ഇതിനകത്തൊരു മർമ്മം അടങ്ങിയിട്ടുണ്ട്. കാരണം അവൻ എൻ്റെ വാക്കുകൾ കൊണ്ട് എന്നെ ശപിച്ചു, വാക്കുകൊണ്ട് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വാക്ക് തട്ടി, അങ്ങനെ പറയുന്ന നോട്ടം തട്ടി വാക്കുകൾ കൊണ്ട് പറഞ്ഞു. ഇല്ല കുഞ്ഞെ, ഇത് സഫലിക്കത്തില്ല. കാരണം നീ രക്തത്താൽ മുദ്രയിടപ്പെട്ടവനായതുകൊണ്ട് നിന്നെ അനുഗ്രഹിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ദൈവം ശപിക്കും. ഇത് ദൈവത്തിന്റെ വാക്തത്വമാണ്. ഇതുകൊണ്ട് അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിലൂടെ വിശ്വാസത്താൽ ജാതികൾക്ക് വരേണ്ടതിന് പരിശുദ്ധാത്മാവിന്റെ വാക്തത്വ വിഷയത്താൽ നമ്മളിത് പ്രാപിച്ചിരിക്കുക. പരിശുദ്ധാത്മാവിന്റെ വാക്തത്വ വിഷയം. അടുത്ത വചനം എഴുതിയിരിക്കുന്നത്, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇത് അബ്രഹാമിന് നിവർത്തിച്ച് കണ്ട കാര്യമാണ്. യഹൂദൻ അനുഗ്രഹിക്കപ്പെട്ട, എബ്രായൻ അനുഗ്രഹിക്കപ്പെട്ട അബ്രഹാമിലൂടെയാ. ഇതിന് എന്തൊക്കെ മാറ്റം ആരൊക്കെ വരുത്താൻ നോക്കിയാലും നടക്കത്തില്ല. കാരണം നിന്നിൽ അനുഗ്രഹിക്കപ്പെടും. ഇത് ദൈവവാക്തത്വമാണ്. ഇനി അബ്രഹാമിന്റെ ഇസ്മയിലുള്ള തലമുറ, അവരും അനുഗ്രഹിക്കപ്പെടും. സത്യത്തിൽ അവരെയാണ് ലോകം മുഴുവൻ ആശ്രയിക്കുന്നത്. അവരും അനുഗ്രഹിക്കപ്പെടും. നിന്നിൽ ഇനി കെതൂറയിലുണ്ടായ മക്കൾ, അവരും അനുഗ്രഹിക്കപ്പെടും. അടുത്ത വിഭാഗം ഉണ്ടല്ലോ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിശ്വാസികൾ, അബ്രഹാമിന്റെ വിശ്വാസത്താലുള്ള മക്കള്, അവരും അനുഗ്രഹിക്കപ്പെടും. നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കും. എത്ര ജാതികളാണ് അബ്രഹാം എന്ന പിതാവിലൂടെ അനുഗ്രഹിക്കപ്പെടുന്നത്. അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഒരു യുഗങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു വാക്തത്വം, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വാക്തത്വം, അതുപോലെ നിവർത്തിച്ചത് ഇന്ന് ഭൂമിയിൽ കാണാം. നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഇന്ന് കാണുന്ന അനുഗ്രഹങ്ങൾ അബ്രഹാമിൽ കൂടെ അല്ലാതില്ല. ദൈവം വിളിച്ചിറക്കി അബ്രഹാമിൽ കൂടെ അല്ലാതെ ഒരനുഗ്രഹം. ഇത് ദൈവത്തിന്റെ വാക്തത്വമാ, ദൈവത്തിന്റെ വാക്തത്വമാ. ദൈവം ഒരു വാക്തത്വം പറഞ്ഞാൽ അത് നിവർത്തിയാവുന്നേ. നിന്നോട് തമ്പുരാൻ വാക്തത്വം പറഞ്ഞിട്ടുണ്ടോ? ഈ വാക്തത്വങ്ങളെ കുറിച്ച് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. നീ ദൈവത്തിൽ വിശ്വസിക്കുക, നീതിയായി കണക്കിട്ടു. ഈ വാക്കുകൾ പറയുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കണം, ഇത് അബ്രഹാമിനെ വിചാരിച്ചു മാത്രമല്ല, വിശ്വസിക്കുന്ന നമ്മെ വിചാരിച്ചിട്ടാകുന്നു. അങ്ങനെയാ, അത് തന്നെയാ വാക്തത്വം. ഇത് അബ്രഹാമിനെ വിചാരിച്ചിട്ട് മാത്രമല്ല, വിശ്വസിക്കുന്ന നമ്മെ വിചാരിച്ചിട്ട്. കുഞ്ഞെ, വിശ്വസിച്ചോ? ഈ വിശ്വസിച്ചുണ്ട് ഈ വചനം ഒന്ന് എടുത്തു പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, തമ്പുരാൻ പറയുന്നു. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, ദൈവം തമ്പുരാൻ പറയുന്നു. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ആ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം കൊണ്ട് മറയ്ക്കും. കർത്താവ് കൂടിയിരിക്കും, ആത്മാവിൽ ബലപ്പെടുത്തുന്നു. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കും. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ ദൈവ സാന്നിധ്യത്തിനുള്ളിൽ ജനത്തെ മറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വചനം അങ്ങനെ തന്നെ കൈമാറുന്നു. ഇത് അബ്രഹാമിനെ വിചാരിച്ചിട്ട് മാത്രമല്ല, വിശ്വസിക്കുന്ന നമ്മെ വിചാരിച്ചിട്ടും കൂടിയാവുന്നു. അബ്രഹാമിന്റെ അനുഗ്രഹം വിശ്വാസത്താൽ, ക്രിസ്തുയേശുവിലൂടെ വിശ്വാസത്താൽ ജാതികൾക്ക് ലഭിക്കേണ്ടതിനെ പരിശുദ്ധാത്മാവിന്റെ വാക്തത്വ വിഷയം പ്രാപിച്ചിരിക്കുന്ന ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ, കർത്താവ് അന്ത്യം വരെ കൂടിയിരിക്കും. നിത്യത വരെ എത്തിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അസാധാരണ സാന്നിധ്യം കൂടി നിറയ്ക്കും. കർത്താവ് കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. ഒരു പ്രാവശ്യം കൂടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥനയ്ക്കാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ വിശാലമേറിയ ചെറുകടിയിൽ മറയ്ക്കപ്പെടട്ടെ. താങ്ക് യു സോ മച്ച്.